കോട്ടയം കുഞ്ഞച്ചനാണെങ്കിലും സംഘമാണെങ്കിലും അവിടെ പോയി ആ ഷൂട്ടിന്റെ സമയത്തുള്ള ഒരു വൈബ്. എൻജോയ്മെന്റ് ഉണ്ടല്ലോ, ആ. അല്ലാതെ പ്രതിഫലം ഒന്നും അന്ന് നോക്കിയിട്ടൊന്നുമില്ല. തന്നത് വാങ്ങിക്കും. എത്രയായിരുന്നു അതിനുവേണ്ടി ആരുടെ അടുത്ത് വഴക്ക് ഇതുവരെയും പിടിച്ചിട്ടില്ല. വണ്ടിച്ചെക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ റയറായിട്ട് എന്തോ ഒന്നോ രണ്ടോ അത്രേ ഉള്ളൂ. ആ ആ പക്ഷെ ഇത്രയും സ്വീറ്റ് ആയ ആളുകൾ അത് മുതലെടുക്കില്ലേ? അല്ല, ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ചെയ്തിട്ടില്ല. എത്രയോ കൊല്ലം മാറി നിൽക്കണം അല്ല അതിന്റെ. പടങ്ങളുടെ കാര്യം വിട്ടേക്കും, അല്ലാതെയും ഭയങ്കര സൗമ്യൻ, ഭയങ്കര പാവം പിടിച്ച മനുഷ്യൻ, ആളുകൾ അത് ഉപയോഗിക്കില്ലേ? അല്ല, അങ്ങനെ അത്ര പാവമൊന്നുമല്ല. നിങ്ങൾ അവനെ അത്ര പാവമാക്കണ്ട. ആ അത്ര പാവമൊന്നുമല്ല. ആ പക്ഷെ കഴിയുന്നതും വഴക്കുകളില്ലാതെ പോകാൻ നോക്കും. സാമർത്ഥ്യമുണ്ട് സ്വയം. വഴക്കാരെങ്കിലും തമ്മിൽ ഉണ്ടെങ്കിലും അത് മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതിൽ ഇടപെട്ട് മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സമാധാനപ്രിയനാ ബേസിക്കലി. അല്ല, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ വലിയ പാടല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് നടക്കണ്ടേ, ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഓക്കെ. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ആ സമാധാനത്തോടെ പോകണമെങ്കിൽ ഒരു സുഖമല്ലേ. അപ്പൊ ഇപ്പൊ ഒരാളായിട്ട് തർക്കം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം അതിന് ഇപ്പൊ നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് വിചാരിക്കുക. എന്നിട്ട് അയാൾ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുക. അപ്പൊ അയാളോട് തർക്കിക്കൊക്കെ ചെയ്യും. തർക്കിക്കൊക്കെ ഉണ്ടല്ലേ? തർക്കിക്കൊക്കെ ചെയ്യും. പക്ഷെ തർക്കിച്ച് കഴിഞ്ഞോണ്ട് അതുകൊണ്ട് വഴക്കില്ല. ഓ, അതവിടെ തീരെയാണ്. അതവിടെ തീർന്ന് പിന്നെയും അതിന്റെ അടുത്ത പരിപാടി. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം ഞാൻ ഫോൺ വിളിക്കും. അവർ പോലും പ്രതീക്ഷിക്കില്ല എൻ്റെ ഒരു ഫോൺ വിളി വരും, തർക്കിച്ചാണല്ലോ പിരിഞ്ഞത്. പക്ഷെ അങ്ങനെ ഫോൺ വിളിച്ച് അത് തീർക്കും അപ്പൊ തന്നെ. ഓ ഓ ഓ ഇത് ബിസിനസ് ടാക്ടിക്സ് ആയിട്ട് വരുന്നതാണോ, അതോ ഒരു സ്വഭാവമായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് വന്നതാന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും.